എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 8ാമത് പോഷൻ പക്വാടയുടെ ഭാഗമായിക്കൊണ്ട് നാളിതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിലും വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പോഷൻ പക്വാടയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ അങ്കണവാടികൾ കൂടുതൽ സജീവമാക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ നാളെ, അതായത് 19ാം തീയതി, നമുക്കറിയാം അവധിയാണ്. എന്നിരുന്നാലും 5 നിമിഷത്തിൽ നമ്മളുടെ പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മളുടെ പോഷൻ പക്വാടയുടെ ഭാഗമായിക്കൊണ്ട് ഓൺലൈനായിട്ട് നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കൽ മത്സരമാണ് നാളെ സംഘടിപ്പിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഗുണഭോക്താക്കളുടെ കൗമാരപ്രായ പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള ആ ഗ്രൂപ്പുകളിലേക്ക്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒരു സന്ദേശം മാത്രം അയച്ചാൽ മതി. ആ സന്ദേശമടക്കം നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ നാളത്തെ പ്രവർത്തനം പൂർത്തിയായി. അപ്പോൾ നമ്മളുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോസ്റ്റർ തയ്യാറാക്കൽ മത്സരത്തിന് ഒരു തീമുണ്ട്. ആ തീമിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വിശദീകരിക്കുന്നത്. നമുക്കറിയാം, പോഷൻ പക്വാടയ്ക്ക് നമുക്ക് 5 തീമുകളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അംഗൻവാടിയിലെ അവയർനെസ് ക്ലാസ് കൊടുത്തത്. അതായത് മിനിമൈസിങ് സ്ക്രീൻ ടൈം, അതായത് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആയതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച നമ്മൾ കൗമാരപ്രായ പെൺകുട്ടികൾക്കും ആൺകുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഓൺലൈനായിട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കും. അതിപ്പോൾ അവരുടെ മൊബൈലിലൂടെ അവർക്ക് പല ആപ്പുകൾ ഉപയോഗപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ അവരുടെ നോട്ട്ബുക്കുകളിലോ പോസ്റ്റർ തയ്യാറാക്കി അതിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ കളക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയുക. നമ്മളുടെ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം തുടക്കത്തിൽ പറഞ്ഞു, സ്ക്രീൻ കുറച്ച് ജീവിതം വളർത്താം എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈന്. ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞു. കുട്ടികളിൽ മൊബൈൽ ഉപയോഗത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു, സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ വളർത്താൻ സഹായിക്കുന്നു, ആരോഗ്യമുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ്. ഇത് കുട്ടികളിലേക്ക് നമ്മൾ പോസ്റ്റർ മത്സരത്തിലൂടെ നമ്മൾ എത്തിക്കുന്നു എന്ന് മാത്രം. അതിൽ പങ്കെടുക്കേണ്ട കുട്ടികൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അത് AG കുട്ടികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. ഇനി മത്സരം സംഘടിപ്പിക്കുന്ന വിധം ഓൺലൈനായിട്ടാണ്. കാരണം നാളെ അവധി ദിനമായതുകൊണ്ട് തന്നെ ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മൾക്ക് ഓൺലൈനായിട്ട് പ്രവർത്തനം നടപ്പിലാക്കാം. ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾ സന്ദേശം കൊടുക്കുക. അതിൽ വിഷയം, അതിൻ്റെ നിയമങ്ങൾ, അവസാന സമയം, അതായത് നാളത്തെ പ്രവർത്തനം നാളത്തെ അവസാനം 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം കൊടുത്ത് നിങ്ങൾക്ക് ആ സമയത്തിനകം അവർ തയ്യാറാക്കിയ പോസ്റ്റർ വാട്സപ്പ് വഴി കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ വിഷയം കൊടുക്കേണ്ടത് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറയ്ക്കാം, ഔട്ട്ഡോർ കളികളും ആരോഗ്യകരമായിട്ടുള്ള ജീവിതവും നമുക്ക് കൂടുതൽ അത് പ്രാതിനിധ്യം കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറയുകയുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് ഔട്ട്ഡോർ കളികൾ എന്നാണുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ അവയർനെസ് ക്ലാസ് കൊടുത്തതാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിന് കൂടുതലായിട്ട് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ പെർട്ടിക്കുലർ നിർദ്ദേശം നമ്മൾ കൊടുക്കണം. ഈ പോസ്റ്റർ തയ്യാറാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, A4 സൈസിൽ വേണോ A3 പേജിൽ വേണോ, അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് ഫ്രീ സൈസായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റർ വഴി തയ്യാറാക്കാം. അല്ലെങ്കിൽ മൊബൈൽ ഒരു ആപ്പ് വഴി നമുക്ക് ഇത് കളക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ടീച്ചേഴ്സ് അവരുടെ വാട്സപ്പ് വഴി തന്നെ നമ്മൾ ഗ്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരിൽ നിന്ന് ഈ തയ്യാറാക്കിയ പോസ്റ്ററുകൾ തിരിച്ച് സ്വീകരിക്കണം. അതിനുശേഷം നിങ്ങൾ പോലെ സമ്മാനങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വിലയിരുത്തലുകളൊക്കെ നടത്താം. അതായത് അങ്ങനെ വിലയിരുത്തൽ നടത്തുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, മാനദണ്ഡം ഉപയോഗപ്പെടുത്തുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ സന്ദേശത്തിൻ്റെ വ്യക്തത ആ പോസ്റ്ററിനുണ്ടോ, അതായത് മെസ്സേജ് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു വിഷയം കൊടുത്തല്ലോ, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കലാണോ ആ കുട്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് വിലയിരുത്തണം. സൃഷ്ടിപരത, അവരുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പോസ്റ്റർ നോക്കി നിങ്ങൾ വിലയിരുത്തണം. വിഷയം കൈകാര്യം ചെയ്ത രീതി എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കണം. ആകർഷകത, വിഷ്വൽ അപ്പീൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ ജനറൽ ആക്ടിവിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ജഡ്ജിങ് ഫലം, നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ജഡ്ജിങ്ങും ഫലം പ്രഖ്യാപിക്കലൊക്കെ ആവശ്യമുള്ളൂ. അങ്ങനെ ജഡ്ജിങ് വേണം. ഫലം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടീച്ചർ കൃത്യമായി, ടീച്ചർക്ക് അതിനെക്കുറിച്ച് അറിയുമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ടീച്ചർ തന്നെ തീരുമാനിച്ച് ഒരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുന്നുള്ളതാണ്. 1ാം സമ്മാനം 2ാം സമ്മാനം അങ്ങനെ വേണമെങ്കിലും നമുക്കത് ടീച്ചറുടെ ഇഷ്ടാനുസരണം ചെയ്യാമെന്നുള്ളതാണ്. അതിനുശേഷം മികച്ച പോസ്റ്ററുകൾ അംഗൻവാടിയിൽ പ്രദർശിപ്പിക്കാം. അതാണ് നമുക്കിത് കിട്ടുന്ന ഉപയോഗം. അതായത് ടീച്ചർ കളക്ട് ചെയ്യുന്ന സാധനം ഓൺലൈനായിട്ട് ഓഫ്ലൈറ്റ് ആണെങ്കിലും ആ കുട്ടികൾ അംഗൻവാടിയിൽ വരുന്ന സമയം ഇത്
അംഗൻവാടിയിൽ എത്തിക്കാൻ പറയുക എന്ന് ടീച്ചർ അതവിടെ സൂക്ഷിച്ച് നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് അതെല്ലാം മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ പോസ്റ്റർ നമുക്ക് അംഗൻവാടിയിൽ പ്രദർശിപ്പിക്കാവുന്നതാണ്. പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ അറിയിക്കണമല്ലോ. ആ അറിയിക്കുന്നതിന് ഒരു വാട്സപ്പ് സന്ദേശം കൊടുക്കണം. ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന പരിപാടി നടത്തുന്നുണ്ട്, അതിൽ നിങ്ങൾ പങ്കാളികളാണെന്നുള്ളത് ടീച്ചേഴ്സ് വോയിസൊക്കെ ആയിട്ടായിരിക്കും അയക്കുക. അതിൻ്റെ ഒരു സന്ദേശം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ നമ്മൾ വാട്സപ്പ് ചാനൽ വഴി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വാട്സപ്പ് ചാനൽ പോഷക ഭാഷ വാട്സപ്പ് ചാനലാണ്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്ന എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഗുണഭോക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനം പൂർത്തിയാവുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് സാധാരണ നമ്മൾ അയച്ചു തന്നിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡാറ്റ എൻട്രി പേജിലോട്ടാണ് എത്താൻ കഴിയുക. ആ ഭാഗത്ത് നമുക്കറിയാം നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡൊക്കെ തന്നെ ഉണ്ടാവും. ആ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണുന്ന പേജ് ഉണ്ടാവും. ആ ലോഗിൻ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ട് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? അതിൽ നമുക്കറിയാം ശനി ഞായർ ഹോളിഡേയ്സ് എന്നുള്ള എല്ലാ ദിവസങ്ങളിലെയും കലണ്ടർ അവിടെ പ്രത്യക്ഷമായിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഗ്രൂപ്പ് കാണുന്ന അവിടെ ഒന്നും ചെയ്യാനില്ല. തീം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. പ്രധാനപ്പെട്ട 5 തീമുകൾ, ആ 5 തീമുകൾ നാളെ നമ്മൾ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം IEC ക്യാമ്പയിനാണ്. അതായത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഭാഗത്തിലാണ് നാളത്തെ പ്രവർത്തനം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെവൽ എന്ന് കാണും. ആ ലെവൽ എന്ത് ചെയ്യണം? ബ്ലോക്ക് എന്നായിരിക്കും കാണുക. ആ ബ്ലോക്ക് ഒന്ന് മാറ്റി ആ ഭാഗത്ത് AWC എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അതേസമയം തന്നെ ഒരു AWC സെലക്ട് ചെയ്യാനുള്ള ഒരു കോളം കൂടെ താഴേക്ക് ആഡ് ഓൺ ചെയ്ത് വരും. ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും ആ ഭാഗത്ത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ നിങ്ങളുടെ സെൻറ്റർ തന്നെ ശരിയായ രീതിയിൽ ക്ലിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് കാണും. അതാണ് നമ്മൾ നാളത്തെ ദിവസം 19-ാം തീയതി എന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസാണ്. നാളത്തെ പോസ്റ്റർ തയ്യാറാക്കൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൃത്യമായി നിങ്ങൾ അവിടെ രേഖപ്പെടുത്തണം. അതിൽ രക്ഷിതാക്കളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻറ്റോ ലാക്ടേറ്റിങ്ങോ ഒക്കെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൂടി കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ 0 കൊടുത്ത് കുട്ടികളെ പങ്കെടുക്കുന്നത് പ്രീ സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിൻ്റെ ഭാഗമാക്കി എടുക്കാം. അപ്പോൾ കൃത്യമായ എണ്ണം ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര എന്ന് അല്ലെങ്കിൽ അതേപോലെ ഏജ് കുട്ടികൾ എത്ര എന്ന് വേർതിരിച്ച് കൃത്യമായിട്ട് എഴുതുക. കൗമാരപ്രായ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യണം? അഡൾട്ട് എന്ന് കാണുന്ന അവിടെ മെയിൽ എന്ന് കാണുന്ന ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഏജ് കുട്ടികളാണെങ്കിൽ ഏജ് കുട്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പെൺകുട്ടികൾക്കുള്ള കോളം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള എണ്ണം പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം മാർക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗത്തിലോട്ട് എത്താൻ കഴിയും. അവിടെയാണ് നിങ്ങൾ നാളെ കുട്ടികളിൽ നിന്ന് പോസ്റ്റർ തയ്യാറാക്കിയത് സ്വീകരിക്കുന്നുണ്ട് വാട്സപ്പ് വഴി, അല്ലെങ്കിൽ അവർ നേരിട്ട് തന്നതാണെങ്കിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഈ ഭാഗത്ത് ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തെടുക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയം 2 MB കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് ആവർത്തിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന പല ടീച്ചേഴ്സിനും ഇത് അപ്ലോഡ് ആവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സാണ് താഴെ കാണുക. ആ ഭാഗത്ത് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കൽ മത്സരം എന്നോ പോസ്റ്റർ മേക്കിംഗ് എന്നോ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിയും. അതെല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. ഓർക്കുക, നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിയെന്ന് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ജനാനന്ദോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തണം. അത് മറക്കാതെ തന്നെ നിങ്ങൾ അത് ഓർമ്മയോടുകൂടെ അത് രേഖപ്പെടുത്തി അവസാനിപ്പിക്കുക. താങ്ക് യു.